മാളവിക ബിന്നി, ഒരു ബന്ധം തുടരാൻ ഭർത്താവ് ഭാര്യയെയോ ഭാര്യ ഭർത്താവിനെയോ ഒരു പരിധിയിലപ്പുറം നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്നും ഏതൊരു ബന്ധത്തിലും ബ്രേക്കപ്പ് സംഭവിക്കാമെന്നും നിരാകരിക്കലോ പിരിയേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടാകുമെന്നുമൊക്കെ ഉള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ ആളുകൾ, സമൂഹം എത്താൻ ഇനി എത്ര സമയമുണ്ട്? ഒരുപാട് നാളുകൾ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ഉള്ള ഇതുപോലുള്ള തുറന്ന ചർച്ചകൾ ഉണ്ടെങ്കിൽ കുറെ കൂടെ നമുക്ക് അത് ആ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഇന്നും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് എന്തോ വലിയ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന, എങ്ങനെയൊക്കെ ആയിരുന്നാലും ഒരു കുടുംബം ഒരുമിച്ച് പോകണം. അതിൽ ആ സ്ത്രീക്ക് എത്ര തല്ലുകൊണ്ടാലും അല്ലെങ്കിൽ ആ സ്ത്രീക്ക് എത്ര വയലൻസ് സഹിക്കേണ്ടി വന്നാലും കുട്ടികൾ ആ വയലൻസ് കണ്ട് വളരേണ്ടി വന്നാലും ഇനി തിരിച്ച് ആ പുരുഷനും ആ ബന്ധത്തിൽ തുടരുന്നത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. പക്ഷെ അറ്റ് എനി കോസ്റ്റ് ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തണം എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു വളരെ ടോക്സിക് മൊറാലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ടോക്സിസിറ്റി നമ്മുടെ എല്ലാ സിസ്റ്റത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസുകാർ ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇനി അതൊരു ഒരു ചർച്ച് ബേസ്ഡ് ഒരു കപ്പിൾ ആയിരുന്നെങ്കിൽ ആ പള്ളി ഇടപെട്ടത് ഒത്തുതീർക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന ഇടപെട്ട്. ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ടത്, ഈ ഇടപെടുന്ന മനുഷ്യർക്കൊന്നും തന്നെ കൃത്യമായിട്ടുള്ള മാരേജ് കൗൺസിലിങ്ങിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അപ്പൊ അതോ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനുള്ള പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടാത്ത മനുഷ്യരാണ് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു കുടുംബത്തെ വേർപെടുത്തി എന്നുള്ള ഒരു ഭയങ്കര എന്തോ ഒരു മഹാപാതകം ഞാൻ ചെയ്തു അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ഏത് വിധേനയും ഈ മനുഷ്യരെ ആ ബന്ധത്തിൽ തുടരാൻ നോക്കും. അതെന്തോ വലിയൊരു സാമൂഹിക റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള തെറ്റിദ്ധരിക്കും ആൾക്കാർ. എന്നാൽ ഈ മനുഷ്യന് നന്നായിട്ട് ജീവിക്കണമെങ്കിലും ഈ സ്ത്രീക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിലും കുട്ടികൾ നന്നായിട്ട് വളരണമെങ്കിലും ആ ബന്ധം വിഘടിച്ചേ പറ്റൂ. നമുക്ക് ഒരിക്കലും ഒരു മാരേജ് എന്ന് പറയുന്ന മരിക്കുന്നത് വരെയും നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയും 7 ജന്മങ്ങൾക്കുള്ള ബന്ധമാണ് എന്നുള്ള ആ ഒരു ഐഡിയയിൽ നിന്ന് നമ്മൾ മാറണം. രണ്ടുപേര് കമ്പാറ്റബിൾ അല്ലെങ്കിൽ, ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ബന്ധം വേർപിരിച്ച് പുതിയ ഇണയെ കണ്ടെത്തണം. വിവാഹബന്ധം എന്റെ ജന്മാവകാശം, അത് മരിക്കുന്നത് വരെയുള്ള അവകാശം എന്ന നിലയിൽ തുടരേണ്ടി വരുന്നത് ഇതുപോലെയുള്ള മാരകമായ വിപത്തിലേക്ക് എത്തിക്കും. ഒരു സാധാരണ സംഭവമായി ഡിവോഴ്സിനെ കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒത്തുതീർപ്പുകൾ വേണ്ടിവരുന്നത്. അതിങ്ങനെ തുടർന്ന് മരണത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഡോക്ടർ മോഹൻ റോയ്, കഴിഞ്ഞ ദിവസം വൈശാഖൻ തമ്പിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഈ ഡിവോഴ്സിന്റെ ജഡ്ജി ചോദിച്ചു അത്രേ, നിങ്ങൾ നല്ലതുപോലെ സംസാരിക്കുന്നതൊക്കെ വ്യക്തിയല്ലേ, താങ്കളുടെ ജീവിതത്തിൽ ഇതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഒരു ജഡ്ജി ആ വിഷയത്തെ, അതും നിരവധി കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി ഇങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നതെങ്കിൽ എന്താണ് അവസ്ഥ എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ